ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് തുടരും എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പൂരക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടുന്നതാണ്. ആ ഉരുൾപൊട്ടലിൽ ഒരുപാട് പേര് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരെ എല്ലാം തന്നെ ഫയർഫോഴ്സിൽ നിന്ന് ആൾക്കാർ വന്ന് രക്ഷിക്കുകയാണ്. അങ്ങനെ ചെളിക്കുള്ളിൽ പുതഞ്ഞു കിടന്ന ഒരു ജീപ്പിൽ നിന്നും ആൾക്കാരെ രക്ഷിക്കുന്നതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥനാകട്ടെ എന്തോ കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ചിട്ട് ആ ജീപ്പിനുള്ളിലേക്ക് അയാൾ എന്തോ ചൂണ്ടിക്കാണിക്കുന്നു. കഥ അവിടെ നിന്ന് മാറിയിട്ട് പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായകനായ ഷൺമുഖത്തെയാണ്. അയാളെ എല്ലാവരും ബെൻസ് എന്നാണ് വിളിക്കുന്നത്. അയാൾക്ക് പഴയൊരു അംബാസഡർ കാറുണ്ട്. ആ കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസിന് ജീവനായിരുന്നു. അയാളല്ലാതെ മറ്റാരും തന്നെ ആ വണ്ടി ഓടിക്കില്ല. ആ വണ്ടിയിൽ ഒരു പോറല് പോലും പറ്റാതെയാണ് ബെൻസ് കൊണ്ടു നടക്കുന്നത്. ബെൻസ് ഇതിനു മുമ്പ് മലയാളം തമിഴ് മൂവീസിലെല്ലാം തന്നെ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ബെൻസിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അൻപ് എന്ന് പറയുന്ന വ്യക്തി. ഇവർ രണ്ടുപേരും ആരാധിക്കുന്ന അവരുടെ മാസ്റ്റർ ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്. ബെൻസിന്റെ ഭാര്യ ലളിതയും മകൻ പവിയും ഒരു മകളും ചേർന്നതായിരുന്നു ബെൻസിന്റെ കുടുംബം. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പവി അന്ന് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു. ബെൻസ് അവനെ ജംഗ്ഷനിൽ നിന്ന് കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ ലളിത ബെൻസിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മുടെ മോളുടെ പോക്കത്ര ശരിയല്ല. അവള് പുതപ്പിനിടയിൽ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കിടക്കുന്ന ഞാൻ കണ്ടു. ഞാൻ പിടിക്കുമെന്നായപ്പോഴത്തേക്കും അവളോടി ബാത്റൂമിൽ കയറിയെന്ന്. അതൊക്കെ ഞാൻ വന്നിട്ട് സംസാരിക്കാമെന്ന് ബെൻസ് പറയുന്നു. എന്നാൽ ബെൻസ് എത്തി ചോദിക്കുമ്പോൾ മകള് പറയുന്നുണ്ട്, അമ്മ ചുമ്മാ ഓരോന്ന് കള്ളം പറയുന്നതാണെന്ന്. അല്ലാതെ അമ്മ പറയുന്ന പോലെ ഒരു കാര്യവുമില്ല. എല്ലാരും എന്നെ പറ്റിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് ലളിതയാകട്ടെ അവരുമായിട്ടിരുന്ന് വഴക്കുണ്ടാക്കുന്നു. പിന്നീട് ഇവരെല്ലാവരും ചേർന്നിരുന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയുകയും ചെറിയ വഴക്കുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു ബെൻസിന്റേത്. ബെൻസ് ഒരു ടാക്സി ഡ്രൈവറും ലളിതയാകട്ടെ വീട്ടിൽ തന്നെ ഒരു ഫ്ലവർ മില്ലും നടത്തുകയായിരുന്നു. ബെൻസ് സ്ഥിരമായിട്ട് തന്റെ വണ്ടിയുടെ പണിയെല്ലാം തന്നെ വർക്ക്ഷോപ്പ് നടത്തുന്ന കുട്ടിച്ചൻ എന്ന് പറയുന്ന ആളെയാണ് ഏൽപ്പിക്കുന്നത്. ആ കുട്ടിച്ചന്റെ വർക്ക്ഷോപ്പിലെ അസിസ്റ്റന്റ് ആയിരുന്നു മണിയൻ എന്നവൻ. അങ്ങനെ നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ ബെൻസ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ബെൻസിന് ചെന്നൈയിൽ നിന്നും ബെൻസിന്റെ മാസ്റ്റർ വിളിക്കുന്നു. നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ, ഫ്രീ ആകുമ്പോ ഇങ്ങോട്ടൊക്കെ വരാൻ അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ സമയം പോലെ അങ്ങോട്ട് ഇറങ്ങാമെന്നാണ് ബെൻസ് പറയുന്നത്. ഇപ്പോൾ ബെൻസ് ആകട്ടെ പവിയെയും അവന്റെ ഫ്രണ്ട്സിനെയും കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടേക്ക് വന്നത്. പവിയുടെ ഫ്രണ്ട്സ് എല്ലാം തന്നെ അവന്റെ വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് ലളിതയും മകളും ചേർന്നിട്ട് കുക്കിങ്ങിലായിരുന്നു. ഫ്രണ്ട്സ് വന്ന് ബെൻസിന്റെ വണ്ടി കണ്ടപ്പോഴേക്കും അവർക്ക് എല്ലാവർക്കും ആ വണ്ടി ഒരുപാട് ഇഷ്ടമായി. എന്നാൽ പവിയാകട്ടെ എപ്പോഴും ഇത് തല്ലിപ്പൊളി വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടിലെത്തിയ പവിയുടെ ഫ്രണ്ട്സ് ആകട്ടെ ബെൻസിന്റെ പഴയ ഫോട്ടോസ് എല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു. ബെൻസ് ഇത്രയധികം സിനിമയിൽ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് അവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ ബെൻസിനെ അയാളുടെ സുഹൃത്ത് മദ്യം വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വിളിക്കുന്നു. അങ്ങനെ ബെൻസ് അയാളുടെ കൂടെ മദ്യഷോപ്പിലേക്ക് പോയി. എന്നാൽ ആ സമയത്ത് ബെൻസ് കാണാതെ പവിയുടെ കൂട്ടുകാരനാകട്ടെ ബെൻസിന്റെ ആ വണ്ടിയും എടുത്ത് ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും കൂട്ടി ടൗണിലേക്ക് ഇറങ്ങുന്നു. മദ്യം വാങ്ങിക്കൊണ്ട് നിന്ന ബെൻസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് ഈ വണ്ടി പോകുന്നത് കണ്ടതും ബെൻസിന്റെ വണ്ടിയല്ലേന്ന് ചോദിക്കുന്നു. ഇത് കണ്ടതും ബെൻസ് പേടിച്ച് പെട്ടെന്ന് ഇവനെയും കൂട്ടി ആ വണ്ടിക്ക് പിറകെ പോകുന്നു. എന്നാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന പവിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ച പോലെ ഈ വണ്ടി അത്ര കൊള്ളില്ല എന്നും ഇത് മര്യാദയ്ക്ക് ഓടിക്കാനൊന്നും പറ്റുന്നില്ല എന്നും. ഇത് ബെൻസിനെ കൊണ്ട് മാത്രമേ നന്നായിട്ട് ഓടിക്കാൻ പറ്റൂ എന്നാണ് പവി പറയുന്നത്. അവന് ബ്രേക്ക് പോലും മര്യാദയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയ പോലെയായിരുന്നു വണ്ടി പോയിക്കൊണ്ടിരുന്നത്. തന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു ബെൻസിന്. ബെൻസ് ആകട്ടെ ഈ വണ്ടിയുടെ പിറകെ വെച്ച് പിടിക്കുകയാണ്. ബെൻസ് പിറകെ വരുന്ന കണ്ടതും പവി ആകെ പേടിച്ചു. അച്ഛൻ വരുന്നുണ്ട്, നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നല്ല വഴക്ക് കിട്ടുമെന്ന് അവൻ പറയുന്നു. ആ ഒരു വെപ്രാളത്തിലാകട്ടെ പവിയുടെ കൂട്ടുകാരൻ ആ വണ്ടി ഒരിടത്ത് കൊണ്ടുപോയി ഇടിച്ചു. വണ്ടിയുടെ അവസ്ഥ കണ്ട് ദേഷ്യം വന്ന ബെൻസ് ആകട്ടെ ആദ്യം പവിയുടെ മുഖത്താണ് അടിക്കുന്നത്. വണ്ടിക്ക് എന്തെങ്കിലും പറ്റുന്നതിനേക്കാൾ കൂടുതൽ നിനക്കൊക്കെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെന്ന് അയാൾ ചോദിക്കുന്നു. എന്നാൽ തന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ തല്ലിയത് പവിക്ക് ഒട്ടും സഹിക്കാനായില്ല. പവി പിന്നീട് ഹോസ്റ്റലിലേക്ക് തിരിച്ചുപോയി. ബെൻസ് ആകട്ടെ കുട്ടിച്ചിന്റെ അടുത്ത് വണ്ടി നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബെൻസ് പലതവണ പവിയെ വിളിച്ചെങ്കിലും പവി ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ പറ്റിപ്പോയതാണെന്നാണ് ബെൻസ് പറയുന്നത്. ബെൻസിന്റെ കൂട്ടുകാരൻ ഷാജ് പറയുന്നുണ്ട്, എന്നാലും പിള്ളേരല്ലേ, നീ അടിക്കണ്ടായിരുന്നു എന്ന്. ഹോസ്റ്റലിൽ ആകെ സങ്കടത്തിലിരിക്കുകയായിരുന്നു പവി. അവസാനം ബെൻസ് പവിക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു. തന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാ, അച്ഛനോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട്. പവി ആ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിലും അവൻ റിപ്ലൈ ഒന്നും തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ചെന്നൈയിൽ നിന്നും ബെൻസിനൊരു കോള് വരുന്നു, മാസ്റ്റർ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ന്യൂസ് ബെൻസിനെ ശരിക്കും തകർത്തു. ഒരുപാട് സങ്കടത്തോടു കൂടി ബെൻസ് ലളിതയോടും മകളോടും യാത്ര പറഞ്ഞിട്ട് നേരെ ചെന്നൈക്ക് പോകുന്നു. അവിടെ എത്തി മാസ്റ്ററിന്റെ ചടങ്ങെല്ലാം പങ്കെടുത്ത് തിരിച്ച് ട്രെയിനിൽ വരുന്ന ബെൻസ് ആകട്ടെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തിരുന്ന് കരയുകയായിരുന്നു. സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ശേഷം കുട്ടിച്ചനെ വിളിച്ച് കുട്ടിച്ചന്റെ കൂടെ ബെൻസ് വരുമ്പോ നമ്മുടെ കാറിന്റെ പാർട്സ് ഒക്കെ കിട്ടിയോന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ശരിയാക്കിയോന്നും ചോദിക്കുന്നു. എന്നാൽ കുട്ടിച്ചൻ ഒന്നും വേണ്ടാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്കാണ് ബെൻസിനെ കൊണ്ടുപോയത്. എന്താ സംഭവം എന്ന് ബെൻസിന് മനസ്സിലായില്ല. അവിടെ എത്തിക്കഴിയുമ്പോൾ ഷാജി പറയുന്നുണ്ട്, വണ്ടി പോലീസുകാരെ പിടിച്ച് ഇവിടെ കൊണ്ടിട്ടുവെന്ന്. ഇതെന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ച് ബെൻസ് ആകെ ടെൻഷനിലായി. അപ്പോഴാണ് കാര്യങ്ങളിൽ അവർ തുറന്നു പറയുന്നത്. കുട്ടിച്ചിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന ആ അസിസ്റ്റന്റ് മണിയനാകട്ടെ ഈ കാറുമായിട്ട് കുറച്ച് കഞ്ചാവ് കടത്താൻ പോയി. പോലീസുകാര് കൈയോടെ പൊക്കി. മണിയും വണ്ടി ഇട്ടിട്ട് ഒളിവിൽ പോയി. മണിയനെ കിട്ടാതെ എന്തായാലും വണ്ടി പോലീസുകാർ വിടത്തില്ല. ബെൻസിന്റെ കൂട്ടുകാര് എസ് ഐ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ നല്ല ദേഷ്യത്തിലായിരുന്നു. എസ് ഐ ബെന്നി പറയുന്നുണ്ട്, താൻ അവനെ പിടിക്കാൻ ചെന്ന സമയത്ത് അവൻ എന്റെ മുഖത്തിടിച്ചിട്ടാണ് പോയതെന്ന്. അതുകൊണ്ട് മണിയനെ എന്റെ കയ്യിൽ കിട്ടിയേ പറ്റൂ, അല്ലാതെ വണ്ടി
വണ്ടി ഞാൻ വിടില്ല. ബെൻസ് ആകെ സങ്കടത്തിലായി. തന്റെ വണ്ടി ആ പോലീസ് സ്റ്റേഷനിലിടുന്നത് ബെൻസിന് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. ബെൻസ് ആകട്ടെ വീട്ടിലേക്ക് പോലും പോകാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവസാനം മണിയന്റെ വീട് കണ്ടുപിടിച്ച് അവിടേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. മണിയന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ മണിയൻ അവിടെ ഇല്ലാന്നാണ് വീട്ടുകാർ പറയുന്നത്. അവനെ എങ്ങനെയെങ്കിലും ഇവിടേക്കൊന്ന് വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ ഹാജരാക്കാമോ എന്ന് ബെൻസ് ചോദിക്കുമ്പോൾ മണിയന്റെ അച്ഛനാകട്ടെ ബെൻസിനെ ചീത്ത വിളിക്കുന്നു. എന്റെ മോനെ എല്ലാവരും കൂടെ കൊണ്ടുപോയി കഞ്ചാവ് കേസ് പെടുത്തിയതും പോരാ, ഇനി ഞാൻ അവനെ ഒറ്റിക്കൊടുക്കുകയും കൂടി വേണമെന്നാണ് അയാൾ ചോദിക്കുന്നത്. ഒരു രീതിയിലും മണിനെ കിട്ടില്ല എന്ന് മനസ്സിലായതോടെ അവർ തിരിച്ചു പോരുന്നു. തിരിച്ചെത്തിയ ബെൻസ് ആകട്ടെ പല രാഷ്ട്രീയക്കാരെ കൊണ്ടും ബെന്നിയോട് സംസാരിച്ചെങ്കിലും ഒരു രീതിയിൽ അയാൾ വണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ആകെ അവന്റെ കയ്യിൽ നിന്ന് 500 ഗ്രാം കഞ്ചാവേ പിടിച്ചുള്ളൂ. പക്ഷെ അതിനേക്കാൾ ദേഷ്യം തന്നെ ഇടിച്ചിട്ട് അവൻ പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബെന്നി ഈ കേസ് ഇത്ര സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പൊടിപിടിച്ച് കിടക്കുന്ന തന്റെ കാറ് കണ്ട് സഹിക്കവയ്യാതെ ബെൻസ് അവിടെ നിന്നത് കഴുകുന്നുണ്ട്. അത് കണ്ടുകൊണ്ടുവന്ന ബെന്നി ആകട്ടെ അയാളുമായിട്ട് വഴക്കിടുന്നു. അങ്ങനെ ബെൻസ് എസ് ബെന്നിയും തമ്മിൽ വലിയൊരു വാക്കുതർക്കം ആയതോടുകൂടി ബെന്നിക്ക് ബെൻസിനോടുള്ള ദേഷ്യം കൂടാൻ തുടങ്ങി. ഒരു വിധത്തിൽ കൂട്ടുകാരെല്ലാം ബെൻസിനോട് വീട്ടിലേക്ക് പോകാൻ പറയുന്നു. വീട്ടിലെത്തിയെങ്കിലും ബെൻസിന് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. ആ വണ്ടി അവിടെ കിടക്കുന്നിടത്തോളം കാലം അയാൾക്ക് ഒരു രീതിയിലും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. താൻ വണ്ടിയൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാത്രി തന്നെ ബെൻസ് ആകട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ചുപിടിച്ചു. സ്റ്റേഷനിലെത്തി പല പോലീസുകാരോടും ബെൻസ് സംസാരിച്ചപ്പോൾ അവര് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, CA ജോർജ് സാർ വന്നിട്ടുണ്ട്, അയാളോടൊന്ന് കാര്യം പറഞ്ഞു നോക്കാൻ. അങ്ങനെ ബെൻസ് രണ്ടും കൽപ്പിച്ച് CA കാണുന്നുണ്ട്. എന്താ പ്രശ്നമെന്ന് CA ചോദിക്കുകയും ബെൻസ് കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നു. അയാളെ കണ്ടപ്പോൾ വളരെ മാന്യനായിട്ടൊരു വ്യക്തിയായിട്ടാണ് ബെൻസിന് തോന്നുന്നത്. ആ വണ്ടി ബെൻസിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കിയ ജോർജ് ആകട്ടെ മറ്റു പോലീസുകാരോട് കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിച്ച ശേഷം ആ വണ്ടി ബെൻസിന് തന്നെ വിട്ടുകൊടുക്കാൻ പറയുന്നു. അയാൾ ബെന്നിയെ വഴക്കം പറയുന്നുണ്ട്, എന്തിനാ ആവശ്യമില്ലാതെ ഇയാളെയൊക്കെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ചോദിച്ചിട്ട്. ബെന്നിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ താക്കോലെടുത്ത CA ആകട്ടെ ബെന്നിയോട് പറയുന്നുണ്ട്, നീ തന്നെ ആ വണ്ടി എടുത്ത് അയാൾക്ക് പുറത്തേക്ക് ഇട്ടുകൊടുക്കണമെന്ന്. ബെൻസിന്റെ മുന്നിൽ വെച്ച് തന്നെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചത് ബെന്നിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ ദേഷ്യത്തിൽ ആ വണ്ടി എടുത്ത് പുറത്തേക്കിടുന്നു. താൻ തന്നെ എടുത്തോളാമെന്ന് ബെൻസ് പറഞ്ഞെങ്കിലും ബെന്നി അത് കേൾക്കുന്നില്ല. കാറ് പുറത്തേക്ക് എടുത്തിട്ടെങ്കിലും ബെന്നി ആകട്ടെ ബെൻസിന് താക്കോല് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ബെന്നി പറയുന്നത്. ജോർജിന് അത് കേട്ട് ദേഷ്യം വരുന്നു. മര്യാദയ്ക്ക് താക്കോല് കൊടുക്കാൻ ജോർജ് പറയുന്നു. എന്നിട്ടും കൊടുക്കാതെ നിൽക്കുന്ന കണ്ടിട്ട് ജോർജ് തന്നെ ബെന്നിയുടെ കയ്യിൽ നിന്നും ആ താക്കോല് വാങ്ങി ബെൻസിന് കൊടുക്കുന്നു. വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയ ബെൻസിനെ ജോർജ് വീണ്ടും തിരിച്ചു വിളിക്കുന്നു. എന്തായാലും ഇന്ന് രാത്രി നീ ഇവിടെ വന്നതല്ലേ, ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകണം, നീ അവിടെ വരെ ഞങ്ങളെ കൊണ്ട് പോകാൻ. ബെൻസ് ആദ്യം എതിർത്തെങ്കിലും തന്റെ വണ്ടി അവർ തന്നതുകൊണ്ട് അവർ പറയുന്ന ഈ ഒരു കാര്യം ചെയ്തെങ്കിലേ പറ്റൂന്ന് ബെൻസിന് തോന്നി. അവരുടെ കൂട്ടത്തിലുള്ള ഒരു കോൺസ്റ്റബിൾ സുധീഷിന്റെ സഹോദരിയുടെ മാരേജ് ആയിരുന്നു. ആ മാരേജ് ഫംഗ്ഷനിൽ പോകാനാണ് ബെൻസിനെ വിളിച്ചത്. അങ്ങനെ ജോർജും ബെന്നിയും ചേർന്നിട്ട് ബെൻസിന്റെ കാറിൽ ആ ഒരു മാരേജ് ഫംഗ്ഷനിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിലെല്ലാം തന്നെ ബെൻസിന്റെ കാറിനെ പറ്റിയും ബെൻസ് മുൻപ് അഭിനയിച്ച സിനിമകളെ പറ്റിയും ഒക്കെ തന്നെ ജോർജുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ സുധീഷിന്റെ വീട്ടിൽ അവരെത്തുന്നു. എല്ലാവരും ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണ്. താൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ബെൻസിനെ നിർബന്ധിച്ച് ജോർജ് കൂടെ കൂട്ടി. അതിനിടയ്ക്കെല്ലാം തന്നെ ആ കല്യാണ പെണ്ണിന് ഇടയ്ക്കിടയ്ക്ക് ആരുടെയോ കോള് വരുന്നതായിട്ട് കാണിക്കുന്നു. ജോർജും ബെന്നിയും ചേർന്നിട്ട് സുധീഷിനോട് സംസാരിക്കുകയും സുധീഷ് ആകെ ടെൻഷനിൽ നിൽക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ബെൻസ് നോക്കുമ്പോൾ ഒരു പയ്യനാകട്ടെ ബെൻസിന്റെ കാറിൽ ചവിട്ടി നിൽക്കുന്നത് കാണുന്നുണ്ട്. ദേഷ്യം വന്ന ബെൻസ് അവനോട് മര്യാദയ്ക്ക് കാലെടുക്കാൻ പറയുന്നു. ആ പയ്യൻ തിരിച്ച് ബെൻസിനോട് ചോദിക്കുന്നുണ്ട്, ഇത് അമ്പലമൊന്നും അല്ലല്ലോ, കാറല്ലേ എന്ന്. വെറുതെ വഴക്കുണ്ടാക്കാൻ വരുവാണെങ്കിൽ ഞാനും ഉണ്ടാക്കുമെന്നാണ് അവൻ പറയുന്നത്. ഞാൻ വഴക്കിനൊന്നും വരുന്നില്ല എന്ന് ബെൻസ് പറയുന്നു. അങ്ങനെ ഫംഗ്ഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ജോർജും ബെന്നിയും വരാത്ത കാരണം ബെൻസ് ഒരു കസേരയിലിരുന്ന് ഉറക്കമായി. കുറെ നേരം കഴിയുമ്പോൾ ജോർജ് വന്ന് ബെൻസിനെ വിളിക്കുന്നുണ്ട്. നമുക്കൊരിടം വരെ പോകണമെന്ന് പറയുന്നു. ഇനി എങ്ങോട്ടുമില്ല, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണമെന്ന് ബെൻസ് പറഞ്ഞെങ്കിലും അവരത് കേൾക്കുന്നില്ല. സുധീഷിന്റെ കസിന്റെ ഒരു ഫാം ഇവിടെ അടുത്തുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് മദ്യപിക്കാമെന്നാണ് ജോർജ് പറയുന്നത്. വേറെ നിവൃത്തിയില്ലാതെ ബെൻസിന് ഇതിനെല്ലാം കൂട്ടുനിൽക്കേണ്ടതായിട്ട് വരുന്നു. കാരണം കൂടെയുള്ളത് 2 പോലീസുകാരാണല്ലോ. സുധീഷും ആകെ ടെൻഷനായിട്ടാണ് ആ വണ്ടിയിലേക്ക് വന്ന് കയറുന്നത്. പോകുന്ന വഴിക്കെല്ലാം തന്നെ വീണ്ടും ബെൻസ് തന്റെ ചെന്നൈയിലെ കഥകളൊക്കെ പറയുന്നുണ്ട്. അൻപിനെ പറ്റിയും മാസ്റ്ററിനെ പറ്റിയും സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് തങ്ങൾ വർക്ക് ചെയ്തിരുന്ന കാലത്തെ പറ്റിയൊക്കെ പറയുന്നു. ഒരു സ്റ്റണ്ടിങ്ങിനിടെ അൻപ് അപകടത്തിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. അതിനുശേഷം ബെൻസ് പിന്നെ സിനിമയിലൊന്നും തുടർന്നില്ല. കേരളത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അങ്ങനെ വണ്ടി ഓടി ഓടി കാടിനുള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് മലമുകളിലെ ട്രൈബൽസിന്റെ ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുന്ന കാണുന്നുണ്ട്. കുറെ നാളായിട്ട് അതൊന്ന് കാണണമെന്ന് വിചാരിച്ചതാ. എന്തായാലും ഉത്സവം നടക്കുമല്ലേ, നമുക്ക് അതുവഴി പോകാമെന്ന് ജോർജ് പറയുന്നു. എന്നാൽ ആ റൂട്ടൊക്കെ വളരെ മോശമായിരിക്കുമെന്ന് ബെൻസ് പറയുന്നുണ്ട്. തന്റെ കാറ് കേടാകും, അതൊന്നും നീ നോക്കണ്ട, വണ്ടി അങ്ങോട്ട് വിടാനായിരുന്നു ജോർജ് ആവശ്യപ്പെട്ടത്. ബെൻസിന് ആ വണ്ടി അങ്ങനെ നശിപ്പിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും ഇവരുടെ നിർബന്ധം കാരണം ആ മോശപ്പെട്ട വഴിയിലൂടെ എല്ലാം തന്നെ ബെൻസ് വണ്ടി ഓടിക്കുന്നു. റോഡ് ഒരുപാട് മോശമായി വരാൻ തുടങ്ങിയതോടുകൂടി അവസാനം ബെൻസ് പറയുന്നുണ്ട്, ഇനി ഞാൻ വണ്ടി മുന്നോട്ടെടുക്കില്ല എന്ന്. പക്ഷേ ജോർജ് പറയുന്നു, വണ്ടി ഇവിടെ നിന്ന് എടുത്തേ പറ്റൂ. എന്നിട്ട് അയാൾ നേരത്തെ നടന്ന ചില സംഭവങ്ങൾ ബെൻസിനോട് പറയുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് സുധീഷിന്റെ കുടുംബം ഇതുവരെ എത്തിയത്. സുധീഷിന് ജോലി കിട്ടിയ ശേഷമാണ് ആ കുടുംബം ഒന്ന് മെച്ചപ്പെട്ടത്. പെങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തുക എന്ന് പറയുന്നത് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ അവിടെ ചെന്നപ്പം മുതൽ സുധീഷിനും പെങ്ങൾക്കും ഒക്കെ കുറെ കോള് വരുന്നുണ്ട്. എല്ലാവരും ആകെ ടെൻഷനിലുമാണ്. കാര്യം അന്വേഷിച്ചപ്പോഴാണ് ആ പെൺകുട്ടിക്ക് നേരത്തെ ഒരു അഫയർ ഉണ്ടായിരുന്നുവെന്നും ആ പഴയ കാമുകനാകട്ടെ ഇപ്പൊ ഈ കല്യാണം മുടക്കുമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അവന്റെ കയ്യിൽ ഈ പെൺകുട്ടിയുടെ എന്തൊക്കെയോ കുറച്ച് പ്രൈവറ്റ് വീഡിയോസ് ഉണ്ട്.
മര്യാദയ്ക്ക് അവനോട് സംസാരിക്കാൻ നിന്നപ്പോ അവൻ അതിന് നിന്നില്ല. ദേഷ്യം വന്ന് ഈ സുധീഷിന്റെ അച്ഛൻ്റെ ഒരു കയ്യബദ്ധം കാണിച്ചു. ചെക്കൻ അങ്ങ് തീർന്നു. ബെൻസ് ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പേടിച്ച് ബാക്കിലിരിക്കുകയായിരുന്നു ബെന്നിയും സുധീഷും. ആ ചത്തുപോയ ചെക്കനെ ഈ വണ്ടിയുടെ ഡിക്കിയിലിട്ടേക്കുന്നത്. അവനെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടണമെന്നാണ് ജോർജ് പറയുന്നത്. ബെൻസ് ഇതെല്ലാം കേട്ടിട്ട് ആകെ വിറച്ചിരിക്കുകയായിരുന്നു. സാർ ഇത് എന്തൊക്കെയാ പറയുന്നത്, ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല എന്നൊക്കെ ബെൻസ് പറയുന്നുണ്ട്. എന്നാൽ നീ കൂട്ടുനിന്നേ പറ്റുമെന്നാണ് ജോർജ് പറയുന്നത്. അതുവരെ കണ്ട ജോർജിനെ ആയിരുന്നില്ല ബെൻസ് പിന്നെ അങ്ങോട്ട് കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവരോടും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് ബെൻസ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ബെന്നി ആകട്ടെ ബെൻസിനെ എടുത്തിട്ട് അടിക്കുകയാണ്. എന്നാൽ ജോർജ് പറയുന്നു, നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്നെയും ഞങ്ങൾ കൊല്ലുമെന്ന്. അതുകൊണ്ട് മിണ്ടാണ്ട് ഇവിടെ ഇരുന്നാ മതി. ഇവന്റെ ബോഡി ഞങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് വരാം. ബെൻസ് ആകെ നിസ്സഹായനായി വണ്ടിയുടെ ബാക്കിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവരാ ബോഡി എടുത്തുകൊണ്ട് പോകുന്നത് ബെൻസ് ചെറുതായിട്ടൊന്ന് കാണുന്നു. ആ പയ്യന്റെ കാല് കണ്ടതും ബെൻസ് ആകെ തകർന്നു. ആ ഭാഗത്തേക്ക് നോക്കാൻ പോലും ബെൻസിന് തോന്നിയില്ല. ആ സമയത്ത് മലയിറങ്ങി വന്ന മറ്റു രണ്ട് വണ്ടിക്കാരാകട്ടെ ബെൻസ് ഇങ്ങനെ കാറിലിരിക്കുന്നത് കാണുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ബോഡി കുഴിച്ചിട്ട ശേഷം അവർ മൂന്നുപേരും തിരിച്ചു വന്നു. ബെൻസ് അവിടെ നിന്നും വണ്ടി നേരെ തന്റെ നാട്ടിലേക്ക് വിടുന്നു. വണ്ടി പോകുമ്പോൾ ഓപ്പോസിറ്റ് ആ ട്രൈബൽസിന്റെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഒരു ചെറിയ ഘോഷയാത്ര വരുന്നുണ്ടായിരുന്നു. അവിടെയാണ് മൂവിയുടെ ഇന്റർവെല്ല്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാവിലെ വണ്ടിയിൽ തന്നെ ഉറക്കമെഴുന്നേക്കുന്ന ബെൻസിനെയാണ്. തന്റെ വീട്ടിലെ നായ ബെൻസിന്റെ അടുത്തേക്ക് വന്ന് കുരയ്ക്കുന്നു. ആകെ ചെളിയെല്ലാം നിറഞ്ഞിട്ട് ആ കാറിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. തലേന്ന് രാത്രി നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ച് ബെൻസ് ആകെ വല്ലാത്തൊരു പരിഭ്രമത്തിലാണ്. ലളിത വന്ന് ബെൻസിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ബെൻസ് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഒരു ചായ എടുക്കാൻ പറഞ്ഞിട്ട് ലളിതയെ അകത്തേക്ക് പറഞ്ഞു വിട്ടു. അവരുടെ നായയാകട്ടെ കാറിന്റെ ഡിക്കിയുടെ അടുത്ത് വന്ന് നിന്ന് കുരയ്ക്കുന്നു. ബെൻസ് ഡിക്കി തുറന്നു നോക്കുമ്പോൾ അതിലെല്ലാം തന്നെ ചെറിയ രീതിയിൽ ബ്ലഡ് പറ്റിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ ഡിക്കിയുടെ സൈഡിൽ നിന്നും ബെൻസിന് ആ പയ്യന്റെ ഒരു പേഴ്സും കിട്ടുന്നു. ബെൻസ് ഇത് എടുക്കുമ്പോഴേക്കും ലളിത പുറത്തേക്ക് വന്ന കാരണം പേടിച്ചിട്ട് പെട്ടെന്ന് ബെൻസ് ആകട്ടെ ആ പേഴ്സ് തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് എടുത്തെറിഞ്ഞു. ബെൻസിന്റെ കയ്യിൽ കുറച്ച് രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. അത് ബെൻസ് അറിയാതെ സ്വന്തം ഷർട്ടിൽ വെച്ച് തുടയ്ക്കുകയും ചെയ്തു. മര്യാദയ്ക്ക് ആരോട് സംസാരിക്കാനോ ഒന്നും കുടിക്കാനോ കഴിക്കാനോ ഒന്നും തന്നെ ബെൻസിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അയാൾ ആകെ വിറച്ചു നിൽക്കുകയാണ്. ആ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ അയാൾ ബാത്റൂമിൽ കയറി കുളിക്കുന്നു. പിന്നീട് കുട്ടികളെയും കൊണ്ട് ട്രിപ്പിന് പോകുന്ന ബെൻസ് ആകട്ടെ ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുകയായിരുന്നു. ഈ കാറിൽ എന്താ ഒരു വൃത്തികെട്ട മണമെന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവരെ അയാൾ സമാധാനിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ പോലും അങ്ങനെ ഡൗട്ട് പറഞ്ഞ സ്ഥിതിക്ക് കാർ നല്ലപോലെ കഴുകണമെന്ന് കരുതിയിട്ട് ബെൻസ് ആകട്ടെ ഒരു പുഴയോരത്തേക്ക് കൊണ്ടുപോയി കാർ നല്ലപോലെ കഴുകുകയും ഡിക്കിയിലെല്ലാം തന്നെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നു. അതിനിടയ്ക്ക് ബെൻസിനെ ജോർജ് വിളിക്കുന്നു. ബെൻസ് സ്റ്റേഷനിലേക്ക് എത്തി. അന്ന് രാത്രി നടന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് ഇവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തന്നെ തന്റെ വഴിക്ക് വിട്ടേക്കാൻ ബെൻസ് അവരോട് പറയുന്നുണ്ടെങ്കിലും ഇനി നിന്റെ വഴി എന്റെ വഴി എന്നൊന്നുമില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ പോകുന്നു എന്ന് ജോർജ് പറയുന്നു. എന്തെങ്കിലും കാരണവശാൽ വേറൊരാൾ ഇതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ കുടുംബം അടക്കം താൻ കത്തിച്ചു കളയുമെന്ന് ജോർജ് ഭീഷണിപ്പെടുത്തുന്നു. അവിടെ നിന്നും ആകെ ടെൻഷനായാണ് ബെൻസ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് മണിയന്റെ അച്ഛനും അമ്മയും അവിടേക്ക് പരാതിയുമായിട്ട് വരുന്നത് കാണുന്നുണ്ട്. മണിയനെ കുറെ ദിവസമായിട്ട് കാണാനുമില്ല, അവനെക്കുറിച്ച് ഒരു വിവരവുമില്ല, അവൻ മിസ്സിംഗ് ആണ്. ആ കംപ്ലൈന്റ് കൊടുക്കാനായിരുന്നു ഇവര് വന്നത്. ഇത് കണ്ടതും ബെൻസിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നു. ഓൾറെഡി മണിയനാകട്ടെ ബെന്നി അടിച്ചിട്ടാണ് രക്ഷപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ ഇവന്മാര് മണിയനെയാണോ ഇനി കൊന്നതെന്ന് ബെൻസിന് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയാകെ ടെൻഷനായിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു ബെൻസ്. ആ സമയത്ത് ലളിത പറയുന്നുണ്ട്, പവയെ കുറെ തവണയായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിങ്ങളൊന്ന് വിളിച്ചു നോക്കാൻ. അച്ഛനും മോനും കുറെ ദിവസമായിട്ട് വഴക്കിട്ടിരിക്കുകയില്ലേ, അത് കാരണം ഇങ്ങനെ വിളിച്ചാൽ ഫോൺ എടുക്കത്തുമില്ല, മര്യാദയ്ക്ക് സംസാരിക്കത്തുമില്ല. ആദ്യം നിങ്ങൾ മര്യാദയ്ക്ക് ആ വഴക്കൊന്ന് തീർക്ക്, അങ്ങനെയെങ്കിലും അവൻ ഇങ്ങോട്ടൊന്ന് തിരിച്ചു വരട്ടെ എന്നാണ് ലളിത പറയുന്നത്. എന്നാൽ ലളിത ഇങ്ങനെ പറയുമ്പോഴൊക്കെ ബെൻസ് ഉള്ളിൽ കിടക്കുന്ന വിഷമങ്ങളൊക്കെ കാരണം ലളിതയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. ലളിത ബെൻസിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. രാവിലെ നിങ്ങൾ ഇട്ടുകൊണ്ടുവന്ന ഷർട്ട് എന്തിനാ കഴുകിയതെന്ന് ലളിത ചോദിക്കുന്നു. നിങ്ങൾ സ്വന്തം തുണി അങ്ങനെ കഴുകാറില്ലല്ലോ, അതിലെ കുറച്ച് കറ പറ്റി അതുകൊണ്ടാണ് ഞാൻ കഴുകിയിട്ടതെന്നാണ് ബെൻസ് പറയുന്നത്. ചോരക്കറ വല്ലോ ആണോ അതെന്ന് ലളിത ചോദിച്ചെങ്കിലും അത് വേറെന്തോ കറിയാണെന്നാണ് ബെൻസ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ബെൻസിന്റെ ഉള്ളിൽ വല്ലാതെ ടെൻഷൻ ആവുകയായിരുന്നു. അയാൾ മനഃപൂർവ്വം ലളിതയ്ക്ക് മുഖം കൊടുക്കാതെ അവിടെ എവിടെയൊക്കെ മാറി നിൽക്കുന്നു. അവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞപ്പോ രാത്രി തന്നെ ബെൻസ് ആകട്ടെ ആ ഷർട്ട് മുഴുവൻ കത്തിച്ചു കളയുകയാണ്. പവിയുമായിട്ടുള്ള വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പവിയുടെ ഹോസ്റ്റലിലേക്ക് പോയതായിരുന്നു പിറ്റേന്ന് ബെൻസ്. എന്നാൽ അവിടുത്തെ രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് പവി വീട്ടിലേക്ക് പോയെന്നാണ് അവിടുത്തെ വാർഡൻ പറയുന്നത്. പവിയുടെ കൂട്ടുകാരൻ പറയുന്നത് ഹോസ്പിറ്റൽ കേസാണ് അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് അവൻ പോയി എന്ന്. പവിയെ കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. ആകെ പേടിച്ചുപോയ ബെൻസ് ആകട്ടെ നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് പവിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കുന്നു. ജോർജും ബെന്നിയും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിന്റെ മകനെ കാണാനില്ല എന്നല്ലേ പറഞ്ഞത്, നമ്മളത് നല്ലപോലെ അന്വേഷിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. കോളേജ് ഹോസ്റ്റലിൽ നിന്നും സ്വന്തം ബൈക്കിൽ വീട്ടിലേക്കെന്ന് പറഞ്ഞ് പുറപ്പെട്ട പവിയാണ് കാണാതായിരിക്കുന്നത്. അങ്ങനെ അയാൾ കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയായിരുന്നു. അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്റെ മകന്റെ ബൈക്ക് പോലൊരു ബൈക്ക് ഇരിക്കുന്നത് ബെൻസ് കാണുന്നുണ്ട്. അത് തന്റെ മകന്റെ ബൈക്കാണെന്ന് തോന്നുന്നുവെന്ന് ബെന്നിയോട് ബെൻസ് പറഞ്ഞെങ്കിലും അത് നിന്റെ മോന്റെയൊന്നുമല്ല, അത് കുറെ കാലമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നതാണെന്നാണ് ബെന്നി പറയുന്നത്. അതിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. ബെൻസിന്റെ ഉള്ളിൽ ആകെ ടെൻഷൻ കൂടാൻ തുടങ്ങി. തന്റെ മകനെയും കാണാനില്ല. ഇവരൊരു ഡെഡ് ബോഡി കുഴിച്ചിടുകയും ചെയ്തു. അവര് കുഴിച്ചിട്ട ഡെഡ് ബോഡി ആരുടേതാണെന്ന് കണ്ടെത്തണമെന്ന് ബെൻസിന് തോന്നി. അതിനാകെ ഒരു വഴി താൻ എടുത്തു കളഞ്ഞ ആ പേഴ്സ് എടുത്ത് നോക്കിയായിരുന്നു. ബെൻസ് ആ മഴയത്ത് തന്നെ തൊട്ടടുത്ത പറമ്പിൽ പോയി ആ പേഴ്സ് എടുക്കുന്നു. അത് തുറന്നു നോക്കി അയാൾ ശരിക്കും തകർന്നുപോയി. സ്വന്തം മകൻ പവിയുടെ പേഴ്സ് തന്നെയായിരുന്നു അത്. അതിനർത്ഥം
രക്ഷാകർത്താർത്ഥം ജോർജും ബെന്നിയും ചേർന്നിട്ട് കുഴിച്ചിട്ടത് തന്റെ മകൻ പവിയെയാണ്. അറിഞ്ഞോ അറിയാതെയോ ബെൻസ് അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തിരിക്കുന്നു. ഒന്നുറക്കെ കരയാൻ പോലും പറ്റാതെ ബെൻസ് വാപൊത്തി അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ വീടിനുള്ളിലേക്ക് കയറി. കാലിലെ ചെളിയെല്ലാം തന്നെ വീടിനുള്ളിൽ വീണിട്ടുണ്ട്. ലളിത അതിന് അയാളെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ലളിതയോടൊന്നും മിണ്ടാതെ ബാത്റൂമിൽ പോയി അയാൾ നിന്ന് കരയുകയാണ്. ആരോടും ഒന്നും പറയാൻ പറ്റാതെ എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി അയാൾ ആ ബാത്റൂമിൽ വീണു. അതേസമയം ലോക്കപ്പിൽ കിടന്നിരുന്ന ബെൻസിന്റെ മകനെയും ഇടയ്ക്കൊന്ന് കാണിക്കുന്നു. അവന്റെ കാര്യം ഞാൻ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യണമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ജോർജ് ഇവിടെ ബെന്നിയോട് പറയുന്നുണ്ട്. ഞാൻ ആ ബൈക്ക് അവിടെ നിന്നും എടുത്ത് മാറ്റാൻ തുടങ്ങിയപ്പോഴാണ് അയാൾ അവിടേക്ക് വന്നതെന്നും അതുകൊണ്ട് പെട്ടെന്ന് നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്ത് മാറ്റിയെന്നുമാണ് ബെന്നി പറയുന്നത്. എന്നാൽ ഇവിടെ ബെൻസ് ആകട്ടെ നേരെ സുധീഷിന്റെ വീട്ടിലേക്ക് പോകുന്നു. ബെൻസിനെ കണ്ട് സുധീഷ് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് പൂരക്കൈ എന്ന ഭാഗത്ത് ഉരുൾപൊട്ടുന്നതാണ്. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച അതേ സീൻ തന്നെയായിരുന്നു അത്. രക്ഷാപ്രവർത്തനത്തിന് വന്ന ആ ഉദ്യോഗസ്ഥൻ എന്തോ കണ്ട് നിലവിളിച്ചുകൊണ്ട് ആൾക്കാരെ കൂട്ടിയില്ലേ, അത് ശരിക്കും ആ മൃതദേഹം കണ്ടിട്ടായിരുന്നു. ചാക്കിനുള്ളിൽ നിന്ന് അഴുകിയ നിലയിലുള്ള മൃതദേഹമാണ് അവർക്ക് കിട്ടിയത്. മൃതദേഹം പുരുഷന്റേതാണെന്നും 4 ദിവസം പഴക്കമുണ്ടെന്നും 18 23 വയസ്സിന് ഇടയിലുള്ളതാണെന്നും ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തുന്നു. ഈ ഒരു ന്യൂസ് കണ്ട് ജോർജും ബെന്നിയും ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. കാരണം അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ മൃതദേഹം പുറത്തെത്തുമെന്ന്. ബെന്നി ടെൻഷനോടെ ജോർജിനോട് ചോദിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ജോർജ് പറയുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മിസ്സിംഗ് കേസുകളുമായിട്ട് ആ ഒരു ബോഡി DNA മാച്ചിങ് നോക്കുന്നത് വരെ മാത്രമേ നമുക്ക് ടൈമുള്ളൂ. അതിനുള്ളിൽ ഇവിടെ നിന്ന് മുങ്ങേണ്ടി വരും. ബെന്നി ആകെ ടെൻഷനിലായി. അയാൾ സുധീഷിനെ വിളിക്കുന്നുണ്ടെങ്കിലും സുധീഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സുധീഷിന്റെ വീട്ടിൽ പോയി സുധീഷിനെ തിരക്കുമ്പോൾ സുധീഷിന്റെ അച്ഛൻ എന്തൊക്കെയോ ബെന്നിയോട് പറയുന്നതായിട്ട് കാണിക്കുന്നു. തിരിച്ച് ജംഗ്ഷനിലേക്ക് വന്ന ബെന്നിയോട് കുട്ടിച്ചൻ വന്ന് പറയുന്നുണ്ട് ആ മണിയൻ തിരിച്ചു വന്നിട്ടുണ്ട്, ഞാൻ അകത്തേക്ക് കയറ്റിയിട്ടില്ല, അവനെ സ്റ്റേഷനിലോട്ട് അയക്കാമെന്ന്. കഞ്ചാവ് കേസിൽ ഒളിവിൽ പോയ മണിയന്റെ കാര്യമായിരുന്നു ഇവർ പറയുന്നത്. ബെന്നി വന്ന് ജോർജിനോട് പറയുന്നുണ്ട് സുധീഷിന്റെ വീട്ടിൽ നിന്ന് അവനെ ആരാണ്ട് വന്ന് ഇറക്കിക്കൊണ്ടുപോയെന്നാണ് അവന്റെ അച്ഛൻ പറഞ്ഞതെന്ന്. എനിക്ക് തോന്നുന്നത് അത് ബെൻസ് തന്നെ ആയിരിക്കുമെന്ന്. ബെൻസിന്റെ മകൻ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം ബെൻസിന്റെ വീട്ടിൽ ആർക്കും അറിയില്ലേ എന്ന് ജോർജ് ചോദിക്കുന്നു. അറിയാനുള്ള സാധ്യത കുറവാണെന്നാണ് ബെന്നി പറയുന്നത്. അവന്റെ അമ്മയെ സഹോദരി വിചാരിച്ചിരിക്കുന്നത് അവൻ ഹോസ്റ്റലിലാണെന്നാണ്. അതിനിടയ്ക്ക് ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നുണ്ട് ആ കിട്ടിയ ശവത്തിന്റെ പോസ്റ്റ്മോർട്ടം എല്ലാം തന്നെ കഴിഞ്ഞു, നമ്മുടെ സ്റ്റേഷനിലുള്ള മിസ്സിംഗ് കേസുമായിട്ട് തന്നെയാണ് അത് ലീഡ് ചെയ്യുന്നത്, അതുകൊണ്ട് അന്വേഷണം ഇങ്ങോട്ട് തന്നെയായിരിക്കും വരാൻ പോകുന്നതെന്ന്. അതോടുകൂടി ബെന്നി വീണ്ടും ടെൻഷനിലായി. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നാണ് ജോർജിനോട് ചോദിക്കുന്നത്. മുങ്ങിയാലോ എന്ന് ബെന്നി ചോദിക്കുമ്പോൾ ജോർജ് പറയുന്നു മുങ്ങിയാൽ നമ്മൾ എന്നെങ്കിലും പൊങ്ങേണ്ടി വരുമെന്ന്. നമ്മളെന്ന് എന്തിനാ പറയുന്നതെന്നാണ് ബെന്നി ചോദിക്കുന്നത്. കാരണം ബെന്നിക്ക് ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജോർജാണ് ബെന്നി ഇതിലേക്ക് വലിച്ചിട്ടിരിക്കുന്നത്. ജോർജ് നേരെ ബെൻസിന്റെ വീട്ടിലേക്ക് എത്തി. ബെൻസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും ഈ മഴയത്ത് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയായിരിക്കുമെന്നാണ് ലളിത പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന കുട്ടിച്ചനെ വിളിച്ചുകൊണ്ട് ജോർജ് മാറ്റി നിർത്തി സംസാരിക്കുന്നു. ബെൻസും അവന്റെ മകനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കുട്ടിച്ചനോട് ചോദിക്കുന്നു. കാരണം ഈ പുരക്കയത്തെ മണ്ണിടിച്ചില് 2 ദിവസം പഴക്കമുള്ള ഒരു ബോഡി കിട്ടിയെന്നാണ് ജോർജ് അയാളോട് പറയുന്നത്. ഇവിടുത്തെ കാണാതെ പോയ പവിയുടേതാണ് ആ ബോഡി എന്നാണ് എല്ലാരും പറയുന്നത്. ഇത് കേട്ട് കുട്ടിച്ചൻ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. സംഗതി കൊലപാതകമായിരിക്കും, അതിന്റെ പിന്നിൽ ബെൻസ് ആണെന്നൊക്കെയാണ് ജോർജ് പറയുന്നത്. ബെൻസ് ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ടെന്നും ജോർജ് പറയുന്നു. അത്രയും പറഞ്ഞിട്ട് ജോർജ് പോയി. കുട്ടിച്ചൻ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടിട്ട് ലളിതയും ബാക്കിയുള്ളവരും കാര്യം തിരക്കുന്നു. അയാൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞതോടുകൂടി ലളിത കരഞ്ഞുകൊണ്ട് തറയിലേക്ക് വീഴുകയാണ്. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് ജോർജ് അവിടെ നിന്നും പോകുന്നു. അതേസമയം മറ്റൊരിടത്ത് സുധീഷിനെ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ബെൻസ് സുധീഷിനെ തട്ടിക്കൊണ്ടുവന്ന് ഒരു ലോഡ്ജിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. തന്റെ മകൻ എവിടെയെന്ന് ബെൻസ് സുധീഷിനോട് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട് തനിക്ക് ഒന്നും തന്നെ അറിയില്ല, അന്ന് കല്യാണ വീട്ടിലേക്ക് അവർ വന്നിട്ട് അവിടുത്തെ വഴിയെല്ലാം എനിക്ക് അറിയില്ലേ, അതുകൊണ്ട് വഴി കാണിച്ചു തരാൻ വേണ്ടിട്ട് കൂടെ വാന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയതാണ്. നിങ്ങൾ അറിയുന്ന സമയത്ത് തന്നെയാണ് ഞാനും അറിയുന്നത് ആ കാറിന്റെ ബാക്കിൽ ഒരു ബോഡി ഉണ്ടെന്നും അത് ഇവർ കുഴിച്ചിടാൻ വന്നതാണെന്നും എന്റെ സഹോദരിയുടെ കാമുകനാണെന്നുള്ള കള്ളക്കഥയൊക്കെ അവർ ആ കാറിൽ വെച്ചുണ്ടാക്കിയതാണ്. ആ കഥ കേട്ടപ്പോൾ ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി. അല്ലാതെ ഇവര് ചെയ്ത ഈ ഒരു ക്രൈമുമായിട്ട് എനിക്കൊരു ബന്ധമില്ലാന്ന് സുധീഷ് പറയുന്നു. ആ സമയത്ത് നേരത്തെ നടന്ന കാര്യങ്ങൾ ബെൻസ് ഒന്നുകൂടി ഓർത്തു നോക്കുന്നു. ജോർജിന്റെ കയ്യിൽ നിന്ന് താക്കോലും വാങ്ങി ബെന്നി ജോർജിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ കാറിനകത്താണ് അത് കിടക്കുന്നതെന്ന്. അതിനർത്ഥം കാറുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ ആ ബോഡി കാറിനുള്ളിൽ ഉണ്ടായിരുന്നു. ബെൻസ് ജോർജിനെ വിളിക്കുന്നുണ്ട് സുധീഷിന്റെ ഫോണിൽ നിന്ന്. എന്നിട്ട് തങ്ങൾ കമ്പത്താണുള്ളതെന്നും അവിടേക്ക് അധികം ദൂരമില്ലെന്നും മര്യാദയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതാണ് നല്ലതെന്നും ബെൻസ് പറയുന്നു. എന്നാൽ ജോർജ് പറയുന്നുണ്ട് നിന്റെ മകൻ സേഫ് ആണെന്നും ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നതെന്നും. അതുകൊണ്ട് താൻ പറയുന്നതെന്ന് കേൾക്കാൻ ജോർജ് പറയുന്നുണ്ടെങ്കിലും ബെൻസ് തിരിച്ചു പറയുന്നുണ്ട് ഇനി ഞാൻ പറയും അത് നിങ്ങൾ കേൾക്കണമെന്ന്. അതുവരെ അവരോട് മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന ബെൻസ് ആകട്ടെ തന്റെ മര്യാദയെല്ലാം വിട്ടിട്ട് അവരോട് മറ്റൊരു രീതിയിൽ സംസാരിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ജോർജ് കമ്പത്തുള്ള ഈ ബെൻസ് നിൽക്കുന്ന ലോഡ്ജിലേക്ക് വരുന്നുണ്ട്. ലോഡ്ജിലേക്ക് കയറി പോകുന്ന വഴിക്ക് ജോർജ് ആകട്ടെ ബെന്നിയെ വിളിച്ച് പറയുന്നുണ്ട് ബെൻസിന്റെ അടുത്തര നീയായിരിക്കുമെന്ന്. അതുകൊണ്ട് അവന്റെ ട്രാപ്പിലാകാതെ സൂക്ഷിക്കുന്നതാ നല്ലത്. ലോഡ്ജിനുള്ളിലേക്ക് കയറി ജോർജ് ആകട്ടെ ബെൻസിനെ കാണുന്നുണ്ട്. എന്നെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് നീ വളർന്നിട്ടില്ല എന്നും ഇതുപോലെ ഒരുപാട് കളികളിൽ ഞാൻ കളിച്ചിട്ടുണ്ട്, മാത്രമല്ല 2 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ DYSP ആയിട്ട് ഞാൻ റിട്ടയർഡ് ആവുകയും ചെയ്യും. പിന്നെ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കഥകളുണ്ടല്ലോ അതൊക്കെ ഞാൻ അങ്ങ് പുറം ലോകത്തെ അറിയിക്കുമെന്നാണ് ജോർജ് പറയുന്നത്. ബെൻസിന്റെ ചില സത്യങ്ങളാണ് ഇനി ജോർജ് തുറന്നു പറയുന്നത്. ബെൻസിന്റെ ഉറ്റ സുഹൃത്തായ അന്ന
അൻപ് ചെന്നൈയിൽ വെച്ചിട്ട് ഒരു സ്റ്റണ്ടിങ്ങിന്റെ ഇടയിൽ മരിക്കുകയുണ്ടായിരുന്നല്ലോ. അങ്ങനെ ബെൻസ് അവിടെ നിന്നും തിരിച്ചു പോരുന്നതാണെന്നാണ് ജോർജിനോട് നേരത്തെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ബെൻസിന്റെ മാസ്റ്ററിന്റെ കാറായിരുന്നു മാസ്റ്റർ അന്ന് ബെൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിൽ വേറൊരു കഥയുണ്ടെന്ന് ജോർജിന് അറിയാം. അതെല്ലാം തന്നെ ജോർജ് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ബെൻസിന്റെ ഉറ്റ സുഹൃത്ത് അൻപിന്റെ ഭാര്യയായിരുന്നു ലളിത. ലളിതയ്ക്കും അൻപിനും ഉണ്ടായ മകനായിരുന്നു ഈ പവി. അൻപിന്റെ മരണശേഷം ബെൻസ് ലളിതയെ വിവാഹം കഴിക്കുകയും പവിയെ തന്റെ മകനായി സ്വീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ജോർജ് ആ കഥകളെല്ലാം തന്നെ മാറ്റിത്തിരിച്ചു പറയുന്നുണ്ട്. ലളിതയുമായിട്ട് ബെൻസിന് നേരത്തെ ബന്ധമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ലളിത പറഞ്ഞിട്ട് ബെൻസ് ആകട്ടെ അൻപിനെ കൊന്നതാണെന്നും മറ്റൊരാളിലുണ്ടായ മകനെ കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പവിയെ ബെൻസ് തന്നെ കൊന്നതാണെന്നും ഒക്കെയാണ് ജോർജ് പറയുന്നത്. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന ബെൻസ് ആകട്ടെ അയാളെ ഇടിക്കുന്നു. ലളിത അൻപിന്റെ ഭാര്യയായിരുന്നുവെന്നും അൻപിന്റെ ലളിതയുടെ മകനാണ് പവി എന്നതും ഒക്കെ സത്യമായിരുന്നു. എന്നാൽ ഒരിക്കലും ബെൻസ് ആരെയും കൊന്നിട്ടുമില്ല. ലളിതയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അൻപിനോടൊരു ക്രൂരതയും കാണിച്ചിട്ടുമില്ല. അതേസമയം ഇവിടെ പവിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ബെന്നിയാകട്ടെ ലളിതയും മകളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവരെ ഒരുപാട് ഉപദ്രവിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ജോർജും ബെന്നിയും കൂടി ഒരു കഥയുണ്ടാക്കുകയാണ്. പവി തന്റെ സഹോദരിയോട് മോശമായി പെരുമാറുകയും അത് കാരണം ദേഷ്യം വന്ന ബെൻസ് ആകട്ടെ പവിയെ കൊല്ലുകയും ചെയ്തതാണ്. പവി സ്വന്തം മകനല്ലാത്തത് കൊണ്ടാണ് ബെൻസ് അങ്ങനെ ചെയ്തതെന്നും ഇവർ വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവിടെ തെളിവുകളെല്ലാം തന്നെ ബെൻസിനെതിരായിരുന്നു. പവിയുടെ മൃതദേഹം വെച്ചിരുന്ന ചാക്കാകട്ടെ ബെൻസിന്റെ കാറിൽ നിന്ന് തന്നെ എടുത്തതായിരുന്നു. ലളിത നടത്തുന്ന പവിത്രമല്ല എന്ന പേര് അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സംശയം നേരെ ബെൻസിലേക്ക് തന്നെ പോയി. മാത്രമല്ല ഇവര് മൃതദേഹം കുഴിച്ചിടാൻ വേണ്ടി പോയ സമയത്ത് ബെൻസ് വണ്ടിയിലിരിക്കുന്നത് അതുവഴി പോയ വണ്ടിക്കാർ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അവരും കൂടി മൊഴി കൊടുക്കുന്നു. അതോടുകൂടി എല്ലാ തെളിവുകളും ബെൻസിനെതിരായിരുന്നു. കള്ളക്കേസിൽ കുടുക്കി തന്നെ അകത്താക്കാൻ ശ്രമിക്കുമെന്ന് മനസ്സിലാക്കിയ ബെൻസ് ആകട്ടെ അവരെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ കൂടുതൽ പോലീസുകാര് അവിടേക്ക് വരികയും ബെൻസിനെ കൈയോടെ പിടിക്കുകയും ചെയ്യുകയാണ്. ഓൾറെഡി ഈ വിഷയങ്ങളെല്ലാം നാട്ടുകാരും മാധ്യമങ്ങളും എല്ലാം അറിഞ്ഞതോടുകൂടി സ്റ്റേഷന് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ലളിതയും മകളും ഉള്ള സ്റ്റേഷനിലേക്ക് തന്നെ ബെൻസിനെ അവർ കൊണ്ടുവരുന്നു. രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജോർജ് ബെന്നിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ മിക്കവാറും നിന്റെ ജോലി തെറിക്കുമെന്ന്. നീ എന്തിനാ സ്ത്രീയെയും അവരുടെ മകളെ ഉപദ്രവിക്കാൻ പോയതെന്ന്. എന്നാൽ ബെന്നി ഞെട്ടിത്തെരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ ഇതെല്ലാം ചെയ്തു, ഇപ്പൊ നിങ്ങൾ എന്നെ കൈയൊഴുകയാണോ എന്ന്. താൻ അങ്ങനെ പലതും പറയും, അതൊക്കെ കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്കും പണി കിട്ടുമെന്നാണ് ബെന്നിയോട് അയാൾ പറയുന്നത്. ഈ ഒരു കേസിൽ ബെന്നിയെ പോലും കുടുക്കിയിട്ട് അയാൾ ഊരാനുള്ള ശ്രമത്തിലായിരുന്നു. സ്വന്തം മകൾക്ക് വയറ്റിലുണ്ടാക്കാൻ ശ്രമിച്ച മകനെ രണ്ടാനച്ചൻ തലക്കടിച്ചു കൊന്നു. അങ്ങനെയായിരിക്കും നാളെ മുതൽ പത്രങ്ങളിൽ വരുന്നതെന്നാണ് അയാൾ പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ സുധീഷ് നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ഇയാൾ ഈ ചെയ്യുന്നതെല്ലാം വളരെയധികം ക്രൂരതയാണെന്ന് സുധീഷ് ബെന്നിയോട് പറയുന്നു. തനിക്ക് അറിയാമെന്നാണ് ബെന്നി പറയുന്നത്. പക്ഷെ ഇയാളെ പണിക്ക് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം കേട്ടു നിൽക്കേണ്ടി വരുന്നത്. പിറ്റേന്ന് ബെൻസിനെ കോടതിയിൽ ഹാജരാക്കി കഴിയുമ്പോൾ കൂടുതൽ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായിട്ട് വീണ്ടും പോലീസുകാരുടെ കസ്റ്റഡിയിലേക്ക് തന്നെ വിട്ടുകൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ജോർജിന്റെ റിട്ടയർമെന്റ് ചടങ്ങുകളാണ്. സ്റ്റേഷനിലിരിക്കുന്ന ബെൻസിനും അവർ ആ ഒരു ഫംഗ്ഷനിലെ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്നാൽ ബെൻസ് അതൊന്നും തൊടുന്നു പോലും ഉണ്ടായിരുന്നില്ല. ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ജോർജ് വന്ന് ബെന്നിയോട് പറയുന്നുണ്ട്, ഇന്ന് ക്യാമ്പിൽ നിന്ന് കുറച്ച് പോലീസുകാർ ഇവിടേക്ക് വരുമെന്നും നീ ഒന്ന് കണ്ണടച്ച് നിന്നേക്കണമെന്നും ബാക്കിയുള്ള ഇവിടുത്തെ പോലീസുകാരെ എല്ലാം തന്നെ പറഞ്ഞു വിട്ടേക്കാൻ. സ്റ്റേഷനിലിട്ട് ബെൻസിനെ കൊല്ലാനാണ് ജോർജിന്റെ തീരുമാനമെന്ന് ബെന്നിക്ക് മനസ്സിലായി. സുധീഷ് ഉൾപ്പെടെ ബാക്കിയുള്ള പോലീസുകാരോട് എല്ലാം തന്നെ പോകാൻ ആവശ്യപ്പെടുന്നു. സുധീഷിന് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ CCTV എല്ലാം തന്നെ ഓഫ് ചെയ്തിട്ട് രാത്രിയാകുമ്പോഴേക്കും ബെൻസിനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വരുന്നു. എന്നാൽ കൊല്ലുന്നതിന് മുമ്പ് നിന്റെ മകൻ എന്താ പറ്റിയതെന്ന് നീ അറിയണമെന്ന് ബെന്നി ബെൻസിനോട് പറയുന്നു. നീ നിന്റെ നാട്ടുകാരോടും കൂട്ടുകാരോടും നിന്റെ മകനാണെന്ന് പറഞ്ഞ് ആ പവിക്ക് ഞങ്ങളൊരു 8ന്റെ പണിയാണ് കൊടുത്തത്. ഒരു ദിവസം ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അടിക്കുന്നതും അവനെ ക്രൂരമായി ഉപദ്രവിക്കുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് ഇവരവനെ കൊല്ലുന്നതും. അതും പറഞ്ഞുകൊണ്ട് ബെൻസിനെ ഇവർ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ബെൻസ് അത് തടയുകയും തന്നെ അടിക്കാമെന്ന എല്ലാ ആൾക്കാരെയും തന്നെ അടിച്ചു തുരത്തുകയും ചെയ്യുന്നു. ബെൻസിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് സുധീഷ് അവിടേക്ക് തിരിച്ചെത്തിയപ്പോൾ കാണുന്നത് ബെൻസ് ഇവരെ എല്ലാവരെയും അടിക്കുന്നതാണ്. സുധീഷിനെ ബെൻസ് ഒന്നും ചെയ്യുന്നില്ല. അവനെ ഒരിടത്ത് വിലങ്ങ് വെച്ച് നിർത്തിയ ശേഷം ബെന്നി ഉൾപ്പെടെ ബാക്കി എല്ലാവരെയും തന്നെ അടിക്കുന്നു. സ്റ്റേഷനിലിട്ടടിച്ച് ബെന്നിയെ കൊന്ന ശേഷം ബെൻസ് അവിടെ നിന്ന് ബെന്നിയെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു. ആ സമയത്ത് നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അന്ന് സ്റ്റേഷനിൽ വെച്ച് പവിയെ കൊന്ന ശേഷം ബെന്നി അവനെ തോളിലെടുത്തിട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഡിക്കിയിൽ കൊണ്ടിടാൻ ശ്രമിക്കുന്നു. മിക്ക വണ്ടികളും ലോക്കായിരുന്നു. അവസാനം ബെൻസിന്റെ ആ വണ്ടി അവിടെ കിടന്നില്ലേ, അതിന്റെ ബാക്കിൽ തന്നെ കൊണ്ടിടുന്നു. ലളിത നടത്തുന്ന മില്ലിലെ ഒരു ചാക്കും അതിനുള്ളിലുണ്ടായിരുന്നു. അതിനകത്തേക്കാണ് അവന്റെ മൃതദേഹം അവർ വെക്കുന്നത്. വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. സ്റ്റേഷനിൽ നിന്നും ബെന്നിയുടെ മൃതദേഹവുമായിട്ട് ഇറങ്ങിയ ബെൻസ് ആകട്ടെ ബെന്നിയുടെ മൃതദേഹം അതുപോലെ കാറിന്റെ ഡിക്കിയിലേക്ക് ഇട്ട ശേഷം കാറും എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും ബെൻസ് രക്ഷപ്പെട്ട വിവരമാകട്ടെ പോലീസുകാരെല്ലാം തന്നെ അറിയുകയും എല്ലായിടത്തേക്കും അന്വേഷിച്ചു പോവുകയും ചെയ്യുന്നു. ബെൻസ് രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് ജോർജ് നേരെ പോകുന്നത് ബെൻസിന്റെ വൈഫിന്റെയും മകളുടെ അടുത്തേക്കാണ്. അവർ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ബെൻസ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അയാളാകട്ടെ ലളിതയും മകളെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ചോദിക്കാൻ ബെൻസ് എന്തായാലും വരുമെന്ന് ദേഷ്യത്തോടു കൂടി ലളിത അയാളോട് പറയുന്നു. ആ സമയത്ത് ബെൻസിന്റെ കോള് ജോർജിന് വരുന്നുണ്ട്. ഈ മര്യാദയ്ക്ക് വന്ന് കീഴടങ്ങുന്നതാ നല്ലതെന്ന് ജോർജ് പറയുമ്പോൾ ബെൻസ് പറയുന്നുണ്ട്, നീ ഈ കളി എവിടെ തുടങ്ങിയോ അവിടേക്കാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. ജോർജിന്റെ വീട്ടിലേക്കായിരുന്നു ബെൻസ് വന്നത്. അവിടെ ജോർജിന്റെ മകൾ നിൽക്കുന്നതും കാണിക്കുന്നു. നിനക്കും തൊട്ടാൽ നോവുന്ന ഒരു ജീവൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് ബെൻസ് പറയുമ്പോൾ ജോർജ് പറയുന്നുണ്ട്,
തന്റെ മകളെ ഒന്നും ചെയ്യരുതെന്ന്. എന്നാൽ ബെൻസ് അപ്പൊ തന്നെ കോള് കട്ട് ചെയ്യുന്നു. ജോർജ് ആകെ ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് ജോർജ് എല്ലായിടത്തും തന്റെ മകൾ മേരി അന്വേഷിച്ചെങ്കിലും എവിടെയും അവളെ കണ്ടില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ ബെൻസിന്റെ കാർ കിടക്കുന്ന കണ്ടു. അയാൾ പേടിച്ച് ആ കാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിന്റെ ഡിക്കി തുറന്നു നോക്കി അയാൾ ഞെട്ടിപ്പോയി. അതിനുള്ളിൽ ബെന്നിയുടെ മൃതദേഹമായിരുന്നു. അപ്പോഴും തന്റെ മകളെ അന്വേഷിച്ച് അയാൾ നടക്കുകയാണ്. ആ സമയം ബെൻസ് അയാളുടെ മുന്നിലേക്ക് വരുന്നു. ജോർജ് കരഞ്ഞുകൊണ്ട് തന്റെ മകൾ എവിടെയെന്ന് ചോദിക്കുന്നു. പക എന്നോടാണെങ്കിൽ അത് എന്നോട് തീർക്കണം, എന്റെ മകളോട് തീർക്കരുതെന്നാണ് ജോർജ് പറയുന്നത്. എന്നാൽ ബെൻസ് അതൊന്നും കേൾക്കാതെ തന്റെ മകൻ ഇവരെ എങ്ങനെ ഉപദ്രവിച്ചോ അതുപോലെ ജോർജിനെ ഉപദ്രവിക്കുകയും അവനെ കൊന്ന പോലെ തന്നെ ജോർജിനെ കൊല്ലുകയും ചെയ്യുന്നു. ആ സമയത്ത് ജോർജിന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന് മേരി നോക്കുന്നുണ്ടായിരുന്നു. തന്റെ അച്ഛനെ കൊല്ലുന്നത് നോക്കിക്കൊണ്ട് അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴേക്കിരിക്കുന്നു. ഇനി നമ്മളെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ബെൻസിന്റെ സുഹൃത്ത് അൻപ് മരിക്കുമ്പോൾ അൻപിന്റെ മകൻ പവിക്ക് 4 വയസ്സായിരുന്നു. അന്ന് ആ മഴയിൽ തൊറ്റപ്പെട്ടു നിന്ന പവിയെ സംരക്ഷിച്ച് കൂടെ കൂട്ടിയത് ബെൻസ് ആണ്. അങ്ങനെ ലളിതയോടും പവിയോടും ഒപ്പം ബെൻസ് കേരളത്തിലേക്ക് വരികയും അവിടെ താമസിക്കുകയും ചെയ്തതാണ്. പവി തന്റെ കോളേജിൽ വെച്ച് സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു ജോർജിന്റെ മകൾ മേരി. ജോർജ് ക്രൂരനായ ഒരു അച്ഛനായിരുന്നു. സ്വന്തം വൈഫിനെ പോലും അയാൾ ഉപദ്രവിച്ചു കൊന്നതാണ്. ഇതൊക്കെ അറിയാവുന്ന മേരിക്ക് തന്റെ അച്ഛനെ അത്രയധികം പേടിയായിരുന്നു. അയാൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവളെ ഉപദ്രവിക്കുകയും അവളോട് ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയിരിക്കെ ഇവരുടെ പ്രണയം അയാൾ അറിയുകയും ആ ദേഷ്യത്തിൽ അവളെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. അവളെ കൊല്ലാൻ പറ്റാത്തത് കാരണം അയാള് പവി എന്ന സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കൊല്ലുകയായിരുന്നു. തന്റെ സ്റ്റാറ്റസിനൊത്ത ഒരാളല്ല പവിയെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അയാൾ ഇങ്ങനെയൊരു ക്രൂരത കാണിച്ചത്. അയാളുടെ ദുരഭിമാനം അയാളെ കൊണ്ട് ആ ഒരു കൊല ചെയ്യിച്ചു. ഇവിടെ ജോർജ് ആകട്ടെ ആ മൃതദേഹവുമായിട്ട് കാടിനുള്ളിൽ ഒരു പുഴയുടെ അരികിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതേസമയം ബെൻസിന്റെ വീട്ടില് പവിയുടെ മൃതദേഹം കൊണ്ടുവരികയും അതിന്റെ ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ മേരിയും വന്നിട്ടുണ്ടായിരുന്നു. മാറി നിന്ന് കരയുന്ന മേരിയെ തന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് നിർത്തുകയാണ് ലളിത. അതിനുശേഷം ബെൻസ് പോലീസിൽ കീഴടങ്ങുന്നു. എല്ലാവരും ബെൻസിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മകനെ കൊന്നുവെന്ന്. എന്നാൽ അവരോട് ബെൻസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്റെ മകനെ കൊന്നിട്ടില്ല, പക്ഷെ എന്റെ മകനെ കൊന്നവരെ ഞാൻ കൊന്നു. കോടതി വരാന്തയില് ബെൻസിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ലളിതയെയും മേരിയെയും അവരുടെ മകളെയും കാണിക്കുന്നു. മുൻപ് അച്ഛനെ നഷ്ടപ്പെട്ട പവിയെ ബെൻസ് ഏറ്റെടുത്ത പോലെ ഇന്ന് അച്ഛനും അമ്മയെല്ലാം നഷ്ടപ്പെട്ട മേരിയെയും ബെൻസിന്റെ കുടുംബം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ പോലീസുകാരുടെ കൂടെ പോകുന്ന ബെൻസിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.